മലപ്പുറം പ്രത്യേക രാജ്യമാണെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിന് പിന്നാലെ അദ്ദേഹത്തെ വേട്ടയാടാനുള്ള നീക്കത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച ഹിന്ദു ഐക്യവേദി രംഗത്ത്. വെള്ളാപ്പള്ളി പറഞ്ഞത് സത്യമാണെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ പറഞ്ഞു. തുഞ്ചത്തെഴുത്തച്ഛന്റെ ഒരു പ്രതിമ പോലും മലപ്പുറത്ത് സ്ഥാപിക്കാനാകുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. മലപ്പുറത്തെ ഹിന്ദു വിഭാഗങ്ങളിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ പഠനം നടത്തണം. എന്തുകൊണ്ടാണ് മലപ്പുറത്ത് NSSനും SNDPക്കും കോളേജ് അനുവദിക്കാത്തതെന്നും സാമൂഹ്യനീതി അട്ടിമറിക്കുകയാണെന്നും ശശികല ടീച്ചർ പറഞ്ഞു. സത്യം പറഞ്ഞതിന്റെ പേരിൽ ആരും ക്രൂശിക്കപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടാണ് ശക്തമായ പിന്തുണയുമായി ഹിന്ദു ഐക്യവേദി ഇന്ന് ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. പാലൊളി കമ്മീഷൻ ശരിയാണ് എങ്കിൽ ലഹളയെ അതിജീവിച്ച മലപ്പുറത്തിന്റെ മണ്ണിൽ ഇന്ന് ന്യൂനപക്ഷമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിന്, ആ ലഹളയെ ഏറ്റവും ഇരയാക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഇന്നത്തെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്നതിനെ പറ്റി പഠിക്കാൻ ഒരു കമ്മീഷനെ വെക്കുകയും അതിനനുസരിച്ച് അവർക്ക് പ്രത്യേകമായ പാക്കേജ് അനുവദിക്കുകയും ചെയ്യണം എന്നായിരുന്നു 2015 ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം. അതിലേക്ക് ചർച്ച പോകാതിരിക്കാൻ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. അദ്ദേഹത്തെ വർഗീയവാദി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോലം കത്തിച്ച് ബഹളം കൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണോ യാഥാർത്ഥ്യം അതിലേക്ക് ഒരിക്കലും ചർച്ചകൾ പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വലിയ പുകമറ. അതിനുവേണ്ടി എല്ലാ യുവജന സംഘടനകളും മറ്റു രാഷ്ട്രീയക്കാരും ഒക്കെ പിന്തുണച്ചുകൂടെ നടക്കുന്നു. അവരൊക്കെ ഇതിൽ കുറ്റവാളികളാണ്. ദീർഘകാലം കേരളം ഭരിച്ചവരൊക്കെ ഇതിൽ കുറ്റവാളികളാണ്. അദ്ദേഹം പറഞ്ഞതിൽ കൂടുതൽ മലപ്പുറം ജില്ലയിൽ അത്തരത്തിലുള്ള വിവേചനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ മാറ്റി നിർത്തലുകൾ ഉണ്ട് എന്നതൊരു സത്യമാണ്. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം, അദ്ദേഹം എയ്ഡഡ് കോളേജുകളുടെ കാര്യം പറഞ്ഞു. കാലടി സർവകലാശാലയുടെ സബ് സെന്റർ മലപ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സംസ്കൃത സർവകലാശാലയുടെ സബ് സെന്റർ. മലയാളം സർവകലാശാല മലപ്പുറത്താണ്. അലിഗഡ് സർവകലാശാലയുടെ ക്യാമ്പസും മലപ്പുറത്തുണ്ട്. ഇല്ലേ? ഈ മൂന്നും തമ്മിൽ ഞങ്ങൾ നോക്കുക. ഞങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ ഞങ്ങളെ വർഗീയവാദി എന്ന് പറഞ്ഞു. കാലടി സർവകലാശാലയ്ക്ക് അനുവദിക്കാൻ ഭൂമി കിട്ടിയിട്ടില്ല. മലയാളം സർവകലാശാലയ്ക്കും സ്വന്തമായി ഭൂമി അനുവദിക്കാൻ കിട്ടിയിട്ടില്ല. പക്ഷെ അലിഗഡ് സർവകലാശാലയ്ക്ക് ഭൂമി എത്ര വേണമെങ്കിൽ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട് കണ്ടെത്താനോ കൊടുക്കാനോ ഉണ്ടായില്ല. എന്തുകൊണ്ട്? വെള്ളാപ്പള്ളി വർഗീയവാദി ആയതുകൊണ്ടാണ്. ഹിന്ദു ഐക്യവേദി വർഗീയത പറയുന്നത് കൊണ്ടാണ്. എല്ലാ സത്യം ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം.